പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു. ഈ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയുകയുണ്ടായി. അതായത് ലോകത്ത് ഭീകരവാദത്തിന് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. ഭീകരവാദം തുടച്ചു നീക്കപ്പെടേണ്ടതാണ്, അതിനെല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ ഹമാസ് ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകണം, മേഖലയിൽ സമാധാനമുണ്ടാകണം. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇതാണ്. ഭീകരവാദം ലോകത്തെവിടെയായാലും ഇല്ലാതാക്കണം. 2 സമാധാനം പുനഃസ്ഥാപിക്കണം. 3 ഹമാസ് ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭീകരവാദത്തിനെതിരെ ഏത് രാജ്യമാണോ പോരാടുന്നത് അവർക്കൊപ്പം നിലകൊള്ളുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. അത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്നു മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ഭീകരവാദം അമർച്ച ചെയ്യുന്നതിന്, ഇല്ലാതാക്കുന്നതിന് ഇസ്രായേലിന് പിന്തുണ എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഹമാസ് ബന്ദികളാക്കിയവരെയും ഇസ്രായേൽ ബന്ദികളാക്കിയവരെയും ഒക്കെ ഉടൻ മോചിപ്പിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് എത്തുക എന്നുള്ളതും അതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്നുകൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്.